ജാതകം നോക്കണം, അതിനുശേഷം പ്രേമിക്കണം. ഇല്ല പ്രേമിച്ച് അതിൻ്റെ ഉച്ചന്തലയിൽ എത്തിയതിന് ശേഷം പോയി ജാതകപ്പൊരുത്തം മാത്രമാണോ ഒരു ജീവിതത്തിൻ്റെ എല്ലാം? ഒരു 25 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒരു പാലുകാച്ചിന് പോകാൻ പറ്റില്ല. കല്യാണം ആയില്ലേ ഇത് ചോദിക്കും. ഇത് തന്നെ അവരൊരു ഡിപ്രഷനിലോട്ടാക്കും. പിന്നെ എങ്ങനെയെങ്കിലും ഇവർ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥ, മാനസികാവസ്ഥയിലോട്ട് ഈ നാട്ടുകാർ കൊണ്ട് എത്തിക്കും നമ്മളെ. ഈ നാട്ടുകാർ ഒന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. വളരെ ശരിയായിട്ടുള്ള കാര്യം. ഈ ചൊവ്വാദോഷം എന്ന കാരണം കല്യാണം മുടങ്ങിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഇവര് തീവ്രമായിട്ട് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ അതൊരു സത്യം പറഞ്ഞാൽ നമ്മൾ മിസ്ലീഡ് ചെയ്യണം. അതിപ്പോ ജ്യോത്സ്യന്മാരെല്ലാം എന്നെ തല്ലിക്കൊല്ലുമെന്ന് അറിയില്ല. പാപസാന്നിധ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. പാപസാമ്യം അവരുടെ ആ ടെമ്പർ, അതായത് കുറച്ച് അഗ്രസീവ് ബിഹേവിയർ ഉള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. നമ്മുടെ റൂട്ട് ചക്ര എന്ന് പറയില്ലേ, റൂട്ട് ചക്ര ഗവേൺ ചെയ്യുന്ന ചൊവ്വയാണ്. കളർ എന്താ? 4 ഇതളുകളുള്ള ചുവന്ന താമരപ്പൂ അല്ലേ. ഈ ചൊവ്വ ദോഷം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു വലിയ ദോഷ പദ്ധതിയായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അതിന് അപ്പുറമുള്ള വേറെ പല അർത്ഥതലങ്ങൾ അതിനുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് വിവാഹത്തിന് മുമ്പായിട്ട് കൗൺസിലിംഗ് ഉണ്ട്. നമുക്ക് ഹിന്ദുക്കൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് പൊരുത്തം നോക്കണം. മാം, ഈ വിവാഹ പൊരുത്തങ്ങൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ നക്ഷത്രം എടുത്ത് അല്ലെങ്കിൽ ജാതക പൊരുത്തം നോക്കുന്നതിന് മുമ്പിട്ട് സാധാരണ പണ്ട് നമ്മൾ കഥകളിലൊക്കെ അല്ലെങ്കിൽ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ നമുക്ക് മൂത്തവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മളെ കണ്ടൊരു 3 നക്ഷത്രത്തിന് അപ്പുറമുള്ള ആളുകൾ നമുക്ക് വിഷയമായിരിക്കും, അല്ലെങ്കിൽ അടുത്തടുത്ത നക്ഷത്രക്കാർ വന്നു കഴിഞ്ഞാൽ വിഷയങ്ങളായിരിക്കും. അങ്ങനെ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇല്ല, ഇതെന്ന് വെച്ചാൽ ഇപ്പം കുതിരയുടെ കാല് മാത്രം കണ്ടിട്ട് കുതിരയാണോ കഴുതയാണോ എന്ന് പറയുന്ന പോലത്തെ ഒരു മെത്തേഡാണ് ഈ പറയുന്നത്. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ, നക്ഷത്രം എന്ന് വെച്ചാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രം വെച്ചിട്ട്, ഈ നക്ഷത്രം മാത്രം വെച്ചിട്ട് നമുക്ക് ഇപ്പം അതിനൊരു തമ്പ് റൂൾസ് ഉണ്ട്. അതായത് രാശിപ്പൊരുത്തം, രാശിയാധിപപ്പൊരുത്തം, വശ്യപ്പൊരുത്തം, ഇത് നക്ഷത്രം വെച്ച് തന്നെയാണ് നോക്കുന്നത് അല്ലേ. ആ നക്ഷത്രം വെച്ച് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ ഈ തമ്പ് റൂൾസിന് അപ്പുറമായിട്ട് നിന്നിട്ട് നമ്മൾ ഹൊറോസ്കോപ്പ് വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മധ്യമരജു ആൾമോസ്റ്റ് എല്ലാവർക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നക്ഷത്രങ്ങളെ ഈ 3 വിരലുകൾ എടുത്തിട്ട് അതിൽ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ നക്ഷത്രങ്ങളെ എണ്ണി പോകുമ്പോൾ അതിൽ മിഡിൽ ഫിംഗറിൽ വരുന്നതാണ് എന്താണ് മധ്യമരജു എന്ന് പറയുന്ന കാര്യം. അപ്പം ഈ മധ്യമരജു നക്ഷത്രങ്ങളെ ഒഴിവാക്കാറുണ്ട് പൊതുവിൽ, ഞാനും ഒഴിവാക്കാറുണ്ട്. പക്ഷേ അത് ചില കേസിൽ ഒഴിവാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹൊറോസ്കോപ്പ് അനലൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരിക്കലും ഈ പറഞ്ഞ തമ്പ് റൂൾസ് മാത്രമല്ല ഈ പറഞ്ഞ പൊരുത്ത ചിന്തയുടെ ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് നമ്മൾ പോകേണ്ടത് ഈ പറയുന്ന രാശിപ്പൊരുത്തം, രാശിയാധിപപ്പൊരുത്തം മാത്രമൊന്നും അല്ല. മറിച്ച് ജാതകങ്ങളെ തമ്മിൽ വിലയിരുത്തും, പരസ്പര ജാതകങ്ങളെ തമ്മിൽ വിലയിരുത്തുന്ന സമയത്ത് ഭാവാധിപതി കാരകാഖ്യ ഗ്രഹം എന്ന് പറയും, 7ാം ഭാവം, ഭാവാധിപതി, അതിനെല്ലാം ബലമുണ്ടോ? കാരകഗ്രഹം ശുക്രന് ബലമുണ്ടോ? ഈ പരസ്പരം മഹാദശാ കാലഘട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പിന്നെ മധ്യമരജുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഗണപ്പൊരുത്തങ്ങളിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാലോ അതൊന്നും ദോഷമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള കണ്ടീഷൻസ്, ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ 2 പേര് സ്നേഹിച്ച് കല്യാണം കഴിക്കാം. അപ്പം പലപ്പോഴും പറയാറുണ്ട്, എന്തിനാണ് ഒരു ജ്യോതിഷനെ കാണുന്നത്? 2 പേര് സ്നേഹിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ജ്യോതിഷനെ കാണേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ജ്യോതിഷന്റെ ആവശ്യം ഒരു കല്യാണ സമയത്ത് എപ്പോഴാണ് നമുക്ക് വരുന്നത്? പിന്നെ മുഹൂർത്തം കൊടുക്കാൻ മതി. അല്ലാതെ ഒന്നിയിൽ അങ്ങനെ ജ്യോതിഷത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പരസ്പരമുള്ള ആ വ്യക്തികൾക്ക് ഒരു മനസ്സുകൊണ്ട് ഇഷ്ടവും ആ ഒരു പ്രോമിസും കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് അവർ ജാതകം നോക്കണം, അതിനുശേഷം പ്രേമിക്കണം. ഇല്ല പ്രേമിച്ച് അതിൻ്റെ ഉച്ചന്തലയിൽ എത്തിയതിന് ശേഷം പോയി ജ്യോത്സ്യനെ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ അതായത് ഈ പറയുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിതപ്പാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയും കൂടെയാണ്. മനസ്സിലായോ? അത് അതൊരു ഒട്ടും ജെന്യൂൻ ആറ്റിറ്റ്യൂഡ് അല്ല അത്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം വിവാഹം കഴിക്കാമെന്നുള്ളൊരു രീതിയിലായിരിക്കുമല്ലോ അവർ ആ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്നത്, ഇല്ലേ, ഒരാളിന് പ്രോമിസ് കൊടുക്കുന്നത്. അപ്പോൾ അവരെ മറ്റേ അപ്പുറത്തേക്കുന്ന ആളിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് തടി തപ്പാൻ വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമാണ് പിന്നെ ജ്യോത്സ്യനെ കാണുന്നത്. അല്ലാതെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജ്യോതിഷം അടിയുറച്ച് വിശ്വസിച്ച് ജാതക പൊരുത്തങ്ങൾ ഒരുപാട് നോക്കിയിട്ട് വിവാഹം കഴിക്കുന്ന ഒരുപാടുണ്ട്. പക്ഷെ അതെല്ലാം ചിലപ്പോൾ സക്സസ് ആവാറില്ല. അതെന്തുകൊണ്ടാണ്? അതെന്ന് വെച്ചാൽ ഇപ്പം ജാതക പൊരുത്തം മാത്രമാണോ ഒരു ജീവിതത്തിൻ്റെ എല്ലാം? അല്ല. അവരുടെ എഡ്യൂക്കേഷൻ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്,
അവരുടെ അവരുടെ പാരൻസിൻ്റെ നിലപാടുകൾ. പിന്നെ കൂടുതലും നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചിട്ട് നേരെ ഒരു ആ കുടുംബത്തിനോടൊപ്പമാണ്. അപ്പോൾ അവിടെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് വരും. പിന്നെ പണ്ടത്തെ നാൾ പോലെ അല്ല ഇപ്പം. ഒരു പെൺകുട്ടിയായാലും ഒരു ആൺകുട്ടിയായാലും ആ പാരൻസ് അത്രയും പാമ്പർ ചെയ്തിട്ടാണ് വളർത്തുന്നത്. അത് പെട്ടെന്ന് നമ്മളിപ്പം എന്നെ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ വേറൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്നൊരു പ്രശ്നമാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് നമുക്ക് വരും സ്വാഭാവികമായിട്ട്. അപ്പോൾ അവർ തമ്മിൽ, ആ കുടുംബങ്ങൾ തമ്മിലും ആ വ്യക്തികൾ തമ്മിൽ ഒരു ചേർച്ച നമ്മൾ ഈ ജാതക പൊരുത്തത്തിനോടൊപ്പം തന്നെ ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് വിവാഹം കഴിപ്പിക്കാവൂ, അല്ലാതെ ചെയ്യരുത്. പിന്നെ ഈ രണ്ടു പേർക്കും ഒരു എഡ്യൂക്കേഷനും അവർക്ക് ഒരു ജോലിയും ഉണ്ടാവണം. അവർക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു കുടുംബം വേണം, കുട്ടികൾ വേണം എന്നൊരു തോന്നൽ ഉണ്ടായതിനു ശേഷം വിവാഹം കഴിക്കണം. അല്ലാതെ ഒരു വിവാഹ പ്രായമായി പോയി വിവാഹം കഴിച്ചല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാട്ടിൽ ഇപ്പോൾ പലരും, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു വ്യവസ്ഥ അനുസരിച്ചെന്ന് വെച്ചാൽ കല്യാണം ഒരു 25 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒരു പാലുകാച്ചിന് പോകാൻ പറ്റില്ല. കല്യാണം ആയില്ലേ എന്ന് ചോദിക്കും. ഇത് തന്നെ അവരൊരു ഡിപ്രഷനിലോട്ടാക്കും. പിന്നെ എങ്ങനെയെങ്കിലും ഇവർ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥ, മാനസികാവസ്ഥയിലോട്ട് ഈ നാട്ടുകാർ കൊണ്ട് എത്തിക്കും നമ്മളെ, ഇല്ലേ? അതിൻ്റെ പേരിൽ നിർവാഹം ഇല്ലാതെ ആരെങ്കിലും കല്യാണം കഴിച്ച് പോണവർ ഒരുപാട് പേരുണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് ഒരു അമ്മ എന്നോട് പറഞ്ഞതാണ്, ആ കുട്ടി എങ്ങോട്ടും വരില്ല. എന്താ അത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും കല്യാണം ആയില്ലേന്ന്. അതിന് 23 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, അതിന് പഠിച്ച് ജോലി വാങ്ങണം, അതിനാരും സമ്മതിക്കില്ല. മനസ്സിലായോ? അപ്പം ഈ തൽക്കാലം പൊരുത്ത ചിന്ത ഒക്കെ ഒരു സൈഡില്, ഈ നാട്ടുകാർ ഒന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. അപ്പൊ അങ്ങനെ എല്ലാവരും ഒരു ആളിനെ കണ്ട അവരെ അടുത്ത് കല്യാണം കഴിച്ചാലോ കുഞ്ഞുങ്ങളായില്ലേ, ജോലി ആയില്ലേ, ഇതിനെല്ലാത്തിനും ഇവർ അവസാനം അവർ ഡിപ്രഷനിലോട്ട് പോകും, കുടുംബങ്ങൾ താളം തെറ്റും. അപ്പൊ അതുകൊണ്ട് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആവശ്യമാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അത് ഒരു നാട്ടുകാരുടെയോ വീട്ടുകാരുടെ ആവശ്യമല്ല, വ്യക്തികളുടെ പരസ്പരം ആവശ്യമാണ്. അത് അവർക്ക് പ്രേമിച്ചാണ് കല്യാണം കഴിക്കേണ്ടെങ്കിൽ പ്രേമിച്ച് കല്യാണം കഴിക്കാം, പൊരുത്തം നോക്കി കല്യാണം കഴിക്കേണ്ടെങ്കിൽ പൊരുത്തം നോക്കി. പക്ഷെ ആദ്യം ആ മനസ്സുക്ക് ഇഷ്ടം ഉണ്ടാവണം. അതുപോലെ അവർക്ക് ജീവിക്കാനുള്ള ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവും. ഈ ചൊവ്വാദോഷമൊക്കെ കാരണം കല്യാണം മുടങ്ങിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഇവര് തീവ്രമായിട്ട് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. അത് ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ അതൊരു സത്യം പറഞ്ഞാൽ നമ്മൾ മിസ്ലീഡ് ചെയ്യണം. അത് സത്യത്തിൽ അതിപ്പോൾ ജ്യോത്സ്യന്മാരെല്ലാം എന്നെ തല്ലിക്കൊല്ലുമെന്ന് അറിയില്ല, പക്ഷേ ഞാൻ പറയാണ്, ഇതിനകത്ത് ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല ഈ ജാതകത്തിൽ നോക്കുമ്പോൾ അതിനകത്ത് ഡിവോഴ്സ് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അത് ആർക്കും ഇവിടെ ഒരു ബാധകമായ വിഷയമായിട്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഡിവോഴ്സ് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതായത് 6, 8, 12 ഭാവങ്ങൾ തമ്മിൽ, അത് 7ാം ഭാവാധിപതിയായ ഗ്രഹത്തിന് 6, 8, 12 ഭാവങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടാവുക, ശുക്രൻ നീചത്വം ഭവിച്ച് നിൽക്കുക, അതിന് പ്രത്യക്ഷമായ നീചഭംഗങ്ങൾ ഉണ്ടാവാതിരിക്കുക, 7ാം ഭാവാധിപതി ബലഹീനനായി നീചത്വം ഭവിക്കുകയോ ബലഹീനനായോ നിൽക്കുകയോ, 6ാം ഭാവാധിപതി 7ാം ഭാവാധിപതി ഒരുമിച്ച് യോഗം ചെയ്യുക. ഇങ്ങനെ ധാരാളം കണ്ടീഷൻസ് ഡിവോഴ്സ് ഇൻഡിക്കേഷൻ. കുജശുക്ര യോഗം ഉണ്ടാവുക, 7ാം ഭാവത്തിൽ ശുക്രൻ കാരകനായ ഗ്രഹം 7ാം ഭാവത്തിൽ വന്നിരിക്കുക, കുജശുക്ര യോഗം 7ാം ഭാവത്തിൽ വരിക. ഇതൊക്കെ ദോഷമാണ്. അപ്പം ഈ ദോഷങ്ങൾ ഇല്ലാത്തൊരു പെൺകുട്ടിയെ അല്ലെ ആൺകുട്ടിയെ വേണം ചേർക്കാൻ. അല്ലാതെ ചൊവ്വാദോഷമൊന്നും അല്ല ഇവിടുത്തെ വലിയ ഭീകര കാര്യങ്ങൾ. ചൊവ്വാദോഷത്തിന് വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു അതുകൊണ്ടുണ്ട്. ചൊവ്വാദോഷത്തിന് പാപസാമ്യം നോക്കുന്ന ഒരു ഘടകം മാത്രമാണ് അത്. ചൊവ്വാദോഷം എന്ന് പറയുന്നത് വളരെ റയർ കണ്ടീഷനിൽ വരുന്ന ഇതൊന്നും അല്ല. ഈ പാപസാന്നിധ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും? പാപസാമ്യം അവരുടെ ആ ടെമ്പർ, അതായത് അവരുടെ ഒരു എനർജി ലെവൽ നോക്കുന്നതാണത്. അവർ തമ്മിൽ ഒന്നിച്ചു പോകാനുള്ള അതായത് ചിലർ ഇങ്ങനെ ചൊവ്വാന്ന് വെച്ചാൽ കുറച്ച് അഗ്രസീവ്, ക്യുക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുക, ക്യുക്കായിട്ട് ആക്ഷൻ എടുക്കുക, കുറച്ച് അഗ്രസീവ് ബിഹേവിയർ ഉള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. അപ്പം 7ാം ഭാവത്തില് അല്ലെങ്കിൽ 7ാം ഭാവത്തിലൊക്കെ ചൊവ്വ നിൽക്കുന്ന ആൾക്കാരെ ലഗ്നത്തിൽ തന്നെ ചൊവ്വ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പം അത് കുറച്ചൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലെവലിലോട്ട് വരാം. മനസ്സിലായോ? അപ്പം അതിന് പറ്റുന്ന ഒരു പാപസാമ്യം ഉണ്ടാവുന്ന വെച്ചാൽ അതുപോലെ ഇപ്പം പാപത്വം വളരെ കുറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സൗമ്യ പ്രകൃതം ഉള്ളതാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞ എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലാത്തതാണെങ്കിൽ പ്രശ്നമല്ലേ. ആ ഒരു വ്യൂവിലാണ് ഈ ചൊവ്വാദോഷത്തിന് ഒരു വ്യക്തിയുടെ അയാളുടെ അനാലിസിസ് ആണ് പറയുന്നത്. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് മറ്റെന്തോ കാര്യം കൊണ്ടാണ്. അതായത് ചൊവ്വാദോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഗ്രഹം കല്യാണം കഴിച്ചു കഴിഞ്ഞാല് വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടാകും. സമചിത്തതയുടെ കാരകത്വമാണ് ചൊവ്വയ്ക്കുള്ളത്. മാത്രമല്ല നമ്മുടെ റൂട്ട് ചക്ര എന്ന് പറയില്ലേ, റൂട്ട് ചക്ര ഗവേൺ ചെയ്യുന്ന പിന്നെ ചൊവ്വയാണ്. കളർ എന്താ? 4 ഇതളുകളുള്ള
ചുവന്ന താമരപ്പൂ അല്ലേ റൂട്ട് ചക്ര. റൂട്ട് ചക്ര എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ എന്താണ്, ഒരു വ്യക്തിയുടെ വേരുകളല്ലേ, ആ ഒരു നിലനിൽപ്പല്ലേ, അതുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ് ഇത്. ഈ ചൊവ്വ ദോഷം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു വലിയ ദോഷ പദ്ധതിയായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്, അതിന് അപ്പുറമുള്ള വേറെ പല അർത്ഥതലങ്ങൾ അതിനുണ്ട്. ഇത്തരത്തില് ഇപ്പം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകളാണെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ഐഡിയോളജികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അത് കാരണം ജ്യോതിഷം പറഞ്ഞതുകൊണ്ട് വിവാഹം കഴിക്കാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ വിവാഹത്തിന്റെ സമയം നോക്കി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം വിവാഹം കാത്തു നിൽക്കുന്ന യുവാക്കൾക്കും യുവതികൾക്കുമായിട്ട് ഒരു ജ്യോതിഷം എന്നില്ലേ മാമിന് എന്താണ് പറയാനുള്ളത്? വിവാഹം കാത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് വിവാഹം കഴിച്ചാൽ മതി എന്നൊക്കെ പറയില്ലേ, അത് ഞാനും പറയാറുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേതുദശയൊക്കെ ആണെങ്കിൽ ഞാൻ തീർച്ചയായും പറയും, കേതുദശ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 30 വയസ്സിനൊക്കെ ഉള്ളിൽ കേതുദശ കഴിയുവാണെങ്കിൽ ഞാൻ പറയും കേതുദശ കഴിഞ്ഞിട്ട് ശുക്രദശ കാലഘട്ടം വന്നതിന് ശേഷം വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഞാനും ആ പറഞ്ഞ ഗ്രൂപ്പിനകത്തോട്ട് ഞാനും ഉൾപ്പെടുന്ന ആളാണ്. മനസ്സിലായോ? കാരണം എന്താ വെച്ചാൽ ശുക്രൻ എന്ന് പറയുമ്പോൾ വിവാഹകാരകനായ ഗ്രഹമല്ലേ. അപ്പോൾ അത് എപ്പോഴും ഒരു ശുഭമായ, നമ്മൾ എന്തിനാ മുഹൂർത്തം എടുക്കണേ? നല്ല ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ശുഭമായ കാര്യങ്ങൾ ശുഭമായ സമയത്ത് ചെയ്താൽ ശുഭമായി തീരും എന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ. അതുകൊണ്ട് ശുഭമായ കാലഘട്ടം വരെ വെയിറ്റ് ചെയ്യാൻ പറയും. അത് തെറ്റല്ല. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ സമയം കിട്ടും, ജീവിതത്തിൽ കുറച്ചുകൂടെ ആ സ്പൗസിന്റെ വാല്യൂ അവരറിയും. ഇപ്പൊ കേതുദശയിൽ കഴിഞ്ഞാൽ അതൊരു സ്പിരിച്വൽ പ്ലാനറ്റ് ആയതുകൊണ്ട് അത് കുറച്ചുകൂടെ ഡിറ്റാച്ച്ഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. മറ്റേത് വിവാഹത്തിന്റെ ബാക്കിയുള്ള ചുറ്റുപാടുള്ളവരൊക്കെ വിവാഹം കഴിക്കുന്നതും അതിന്റെ വാല്യൂ, കുട്ടികളാവുന്ന അതിന്റെ വാല്യൂ ഒക്കെ മനസ്സിലാക്കി ശുക്രദശ കാലഘട്ടത്തിലോട്ട് കയറുമ്പോൾ അവരതിനെ കൂടുതൽ പ്രഷ്യസ് ആയിട്ട് കാണും, കുറച്ചുകൂടെ അതിനൊരു വാല്യൂ കൊടുക്കും, കുറച്ചുകൂടെ ദീർഘനാൾ ആ വിവാഹ ജീവിതം. അത് മാത്രമല്ല, ഒരു നല്ല വിവാഹ ബന്ധം വരാനുള്ള സാധ്യതയും ആ സമയത്ത് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറയാറുണ്ട് ഞാനും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ജ്യോതിഷത്തിൽ വിശ്വസിക്കണോ അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കണോ? അല്ല, വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതൊക്കെ അവനവന്റെ ഇഷ്ടമാണ്. ഫോഴ്സ്ഫുള്ളി ആരെ കൊണ്ടും വിശ്വസിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അത് വിശ്വസിക്കുന്ന ആൾക്കാർ രക്ഷകർത്താക്കളായിരിക്കും. ഇപ്പൊ ജ്യോത്സ്യർക്ക് പിന്നീട് വിവാഹം കഴിച്ചു കൊടുത്താൽ മതി എന്നായിരിക്കും അദ്ദേഹം പറയുന്നത്. പക്ഷെ രക്ഷകർത്താക്കൾക്ക് അയ്യോ വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അങ്ങനെ വന്നിട്ട് ഇപ്പൊ എനിക്ക് അത് ഞാൻ ഈ പറയുമ്പോൾ മനസ്സിലാവും. 1-2 വിവാഹങ്ങള് ഇപ്പൊ ഒരു പയ്യൻ, ഒരു എക്സാമ്പിൾ പറയാം. പയ്യൻ, അവൻ്റെ ജാതകത്തിൽ ശുക്രൻ നീചനാണ്, 7ാം ഭാവത്തിനൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ബലഹീനത്വമുണ്ട്, ദശാകാലഘട്ടവും മോശമാണ്. അപ്പം ഇതേപോലെയുള്ള, അപ്പൊ ഈ വിധിക്കത്തല്ലേ ബുദ്ധി പോവുള്ളൂ, വിധിക്കത്തേ ബുദ്ധി പോവുള്ളൂ. അപ്പം ഞാൻ ആളിനോട് പറഞ്ഞു ഇത് ആ വിവാഹം നടത്തണ്ട. അപ്പം വരുന്ന ജാതകങ്ങളെല്ലാം ചേർക്കാൻ പറ്റാത്ത ജാതകങ്ങളാണ് വരുന്നതൊക്കെ. അപ്പം എല്ലാം വേണ്ട റിജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആളിന് ഇത് എനിക്ക് വിവാഹം നടക്കില്ല, ഒരു പരിഭ്രാന്തി ഉണ്ടാവും. അവസാനം എന്നെ അല്ല വേറൊരു ജ്യോത്സ്യനെ കൊണ്ട് കാണിച്ചിട്ട് അതങ്ങ് നടത്തി. അതിപ്പോൾ ആള് പറഞ്ഞ തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറയണേ, നടത്തി. പക്ഷെ അത് വലിയ പ്രശ്നത്തിലെത്തി. അപ്പം ഞാൻ ഇതിന് ശേഷം ഈ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ആ ജാതകം എന്നെ കൊണ്ട് കാണിച്ചപ്പം അതിനകത്ത് ഇതേ സെയിം പ്രോബ്ലംസ് ഉള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ ഇല്ല ചേച്ചി, അത് ജീവിതമാകുമ്പോൾ, അപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞു ജീവിതമാകുമ്പോൾ ചേച്ചി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എല്ലാ തയ്യാറെടുപ്പോടും കൂടി പോയി. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന മനസ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അത് ഒരു 2-3 മാസത്തിനുള്ളിൽ അത് പിരിഞ്ഞിപ്പം മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിനകത്ത് വിശ്വസിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂൾസ് പാലിച്ചു പോകുന്നത് നല്ലതാണ്. വിശ്വസിക്കാത്ത ആൾക്കാർ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും വിവാഹത്തിന്റെ ജാതകമൊക്കെ നോക്കുന്നവര് അത് കൃത്യമായിട്ട് നോക്കുക. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. വിശ്വസിക്കാത്തവർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്രിസ്ത്യൻസ് അവർ നോക്കുന്നവരുണ്ട് കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോക്കുന്നവരുണ്ട്, അല്ലാത്തവർ അവരവിടെ എന്താണെന്ന് വെച്ചാൽ ആ വിവാഹത്തിന് ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് വിവാഹത്തിന് മുമ്പായിട്ട് കൗൺസിലിംഗ് ഉണ്ട്. നമുക്ക് ഹിന്ദുക്കൾക്ക് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് പൊരുത്തം നോക്കണം. നമുക്ക് അതിന് ആൾക്കാരില്ലല്ലോ. ഈ പൊരുത്തം എന്ന് പറയുന്നത് അപ്പുറത്തുള്ള ആളുടെയും ഇപ്പുറത്തുള്ള ആളുടെ ഒരു ക്യാരക്ടർ അനാലിസിസ് ആണ്. അതെ, അതായത് അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഇമോഷണൽ ബാലൻസ്, ഇതെല്ലാം നമ്മൾ പിന്നെ അതുപോലെ കരിയർ, അവരുടെ ഫ്യൂച്ചർ, ഇതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഹൊറോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ടും മാച്ച് ചെയ്യുന്ന എനർജി ആണോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഈ പറഞ്ഞ പൊരുത്തചിന്ത. ഇത് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു ഭാഗമാണ്. പക്ഷെ ഇത് മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കണക്റ്റ് ആവുകയാണെങ്കിൽ ശരിയായി പോകും.